മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈശോയുടെ എല്ലാ മക്കളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ദൈവം ഈ ശുശ്രൂഷയെ വളർത്തുന്നതിന് ഓർത്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ദൈവം വളരെ സ്നേഹപൂർവമായിരിക്കുന്ന ഒരു വചനമാണ് നമുക്ക് സന്ദേശമായി നൽകാൻ പോകുന്നത്. ദൈവം ശാസിക്കുന്നത് നമ്മെ കൂടുതൽ പ്രകാശിപ്പിക്കാനാണ്, അല്ലേ? ദൈവം ശിക്ഷണം നൽകുന്നത് നമ്മെ ശിഷ്യപ്പെടുത്തുവാനാണ്. ദൈവം നമ്മെ ഒറ്റപ്പെടുത്തുന്നത് ദൈവാശ്രയബോധം നമ്മിൽ വളർത്തുവാനാണ്. സഹനങ്ങൾ എന്തുമാകട്ടെ, എത്രയുമാകട്ടെ, കർത്താവിന് ഒന്നേ പറയാനായുള്ളൂ. അതാണ് വചനത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. 145 സങ്കീർത്തനം 13 തിരുവാക്യം. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. മകളെ, നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ദൈവമായ കർത്താവ് നമ്മോട് വിശ്വസ്തനാണ്, കാരുണ്യവാനുമാണ്. സഹനത്തിന്റെ പെരുമഴയിൽ, പരാജയത്തിന്റെ പടുങ്കുഴിയിൽ, വേദനയുടെ വിതുമ്പിക്കരയുന്ന നിമിഷങ്ങളിൽ കർത്താവ് രഹസ്യത്തിൽ നമ്മോട് പറയുന്നു, മോനെ, മോളെ, ഞാൻ കാരുണ്യവാനാണ്, വിശ്വസ്തനാണ്. നമ്മൾ എത്രമാത്രം അവിശ്വസ്തത കാണിച്ചാലും ദൈവം നമ്മോട് വിശ്വസ്തതയാണ് കാണിക്കുന്നത്. ലഹരി മരുന്നുകൾക്ക് അടിമകളായവരോടും ജഡിക പാപങ്ങളിൽ മുഴുകി കഴിയുന്നവരോടും കർത്താവ് കരുണ കാണിക്കും. നമ്മുടെ വേദനകളിൽ സഹായിക്കാനായിട്ട് ദൈവമായ കർത്താവ് നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. അല്പനേരം നമ്മുടെ സഹനങ്ങളിൽ അല്പനേരം ദൈവത്തെ സ്തുതിച്ച് ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ധൈര്യവും വിശ്വാസ തീഷ്ണതയും സഹനങ്ങളിലൂടെ നമുക്ക് തരുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ മൂശയ്ക്ക് വിക്കൽ കൊടുത്തത് കൃപയായി മാറ്റിയ ആ ദൈവമാണ് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഒരു പക്ഷേ നിന്റെ ബിസിനസ് തകർന്നതിന്റെ പേരിൽ നീ വിഷമിച്ചിരിക്കുന്നവനായിരിക്കാം. നിന്റെ കുടുംബ ബന്ധങ്ങളും ശിഥിലമായതിന്റെ പേരിൽ പൊട്ടിക്കരയുന്നവൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടാകും. പ്രേമ വിവാഹത്തിൽ പെട്ടതിന്റെ പേരിൽ അപ്പനും അമ്മയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരുഹൃദയത്തിന്റെ മുമ്പിൽ നെഞ്ചത്തടിച്ച് കരയുന്ന മാതാപിതാക്കന്മാരുണ്ടാകും. വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങി നിന്നിട്ട് ഒന്നും ശരിയാവാതെ പോകുന്ന മക്കളുടെ കഥകൾ ഓർത്ത് വേദനിക്കുന്നവരുണ്ടാകാം. കുടുംബ പ്രാർത്ഥന ഇല്ലാത്തതിന്റെ പേരിൽ എത്രയോ കുടുംബങ്ങളാണ് വേദനിക്കുന്നത്. അലസതയുള്ള മക്കളെ പ്രതി എത്രയോ മാതാപിതാക്കന്മാരാണ് ദുഃഖിക്കുന്നത്. ക്ഷമിക്കാൻ പറ്റുന്നില്ല, നേർവഴിക്ക് നയിക്കാൻ പറ്റുന്നില്ല, ആത്മീയമായി വളരാൻ പറ്റുന്നില്ല. കുട്ടികൾ പറയാറില്ലേ, എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല ഫാദർ, പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പരീക്ഷ ഓർക്കുമ്പോൾ ഭയം. ഇപ്രകാരമുള്ള മക്കളോട് വചനമാകുന്ന യേശു പറയുന്നു, മോനെ, മോളെ, ഞാൻ കാരുണ്യവാനാണ്, ഞാൻ വിശ്വസ്തനാണ്, നിന്റെ കൂടെ ഞാനുണ്ട്. നമ്മെ സഹായിക്കാനും നമ്മെ രക്ഷിക്കാനുമായി നിൽക്കുന്ന ആ യേശുവാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഓരോരുത്തരടുത്ത് വന്ന് തോളിൽ കൈയിട്ടുകൊണ്ട് പറയുന്നു, മക്കളെ, ഞാൻ വിശ്വസ്തനും കാരുണ്യവാനുമായ കർത്താവാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ പ്രത്യേകമായ വിധത്തിൽ ഈ പ്രയർ ലിങ്ക് ഷെയർ ചെയ്യാൻ വളരെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും
അത് എത്തിച്ചേർക്കുന്നവർക്കും കർത്താവിന്റെ കരുണയും വിശ്വസ്തതയും നദി പോലെ എത്തിച്ചേരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.